സിനിമയിൽ നിന്ന് 2024 വിടവാങ്ങുന്നത് ശരിക്കും സൂപ്പർ ഹിറ്റുകൾ മാത്രം നൽകിയാണ്. ശരിക്കും സിനിമാ മേഖലയിൽ വമ്പൻ കുതിപ്പുണ്ടാക്കിയ വർഷം കൂടിയാണ് 2024. ഈ പറയുന്നത് മുഴുവൻ സിനിമകളുടെ കണക്കല്ല കേട്ടോ. ശരിക്കും സിനിമാ പ്രേമികളെ ഞെട്ടിച്ച വർഷം തന്നെയാണ് കടന്നുപോകുന്നത്. അതായത് 2024 തിയേറ്റർ ഹൗസ്ഫുൾ ആക്കി നിരവധി ചിത്രങ്ങൾ വന്നു. ശരിക്കും പറഞ്ഞാൽ മത്സരം തന്നെയായിരുന്നു ഓരോ ഭാഷകളിലും നടന്നത്. ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമ ലോകമെമ്പാടും വാഴ്ത്തപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. വേറിട്ട കഥകളിലൂടെയും അവതരണത്തിലൂടെയും പേരെടുത്ത സിനിമകളുടെ കാലം തന്നെയായിരുന്നു 2024. പുതുമകൾ കൊണ്ടാണ് സിനിമ വിജയിച്ചിട്ടുള്ളത്. സിനിമകൾക്ക് മാത്രമല്ല, കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മികവിന് ഈ വർഷം വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വ്യത്യസ്തമായ ഈ പരീക്ഷണങ്ങൾ പ്രേക്ഷകരെ ആകർഷിച്ചപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകൾക്കും ശക്തമായ അടിത്തറ തന്നെയാണ് വീണ്ടും ഉറപ്പിച്ചത്. ഇതിനിടയിൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ പല സൂപ്പർ സ്റ്റാർ സിനിമകളും തകർന്നടിയുന്നതും നമ്മൾ കണ്ടു. കൂടാതെ വലിയ പ്രമോഷനൊന്നുമില്ലാതെ എത്തിയ നിരവധി ചെറിയ സിനിമകളാണ് ബോക്സ് ഓഫീസിൽ കാട്ടുതീ പോലെ ആളിക്കത്തിയത്. നോക്കാം നമുക്ക് ഈ വർഷം കൂടുതൽ ഹിറ്റുകൾ നേടിയ സിനിമകൾ ഏതൊക്കെയെന്ന്. പുഷ്പ 2 അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത ചരിത്ര ചിത്രം. 400 കോടി മുതൽ മുടക്കി ഒരുക്കിയ ചിത്രം റിലീസ് ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ 1500 കോടി കളക്ട് ചെയ്ത് കുതിപ്പ് തുടരുകയാണ്. ചരിത്ര വിജയമായി തന്നെ ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തുന്ന ചിത്രം ഉടൻ തന്നെ 2000 കോടിയിലും എത്തും. ശ്രീവല്ലിയായി രശ്മിക മന്ദാനയും പുഷ്പയുടെ എതിരാളിയായി ചിത്രത്തിൽ ഫഹദ് ഫാസിലാണ് എത്തുന്നത്. ഫഹദ് ഫാസിൽ വില്ലൻ റോളിലാണ് എത്തിയത്. ഇത് സിനിമ വേറെ ലെവൽ ഫീൽ തന്നെ പ്രേക്ഷകന് നൽകുകയാണ്. അല്ലു അർജുന്റെ പുഷ്പ 2 രാജ്യമെങ്ങും ബോക്സ് ഓഫീസിൽ തരംഗം തീർത്തു മുന്നേറുകയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത ആദ്യ ആഴ്ച രാജ്യത്തെ തിയേറ്ററുകളിൽ നിന്ന് ഒരു സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ പുഷ്പ 2 നേടിയിരുന്നു. ഇനി പറയുന്നത് പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമൽഹാസൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ വമ്പൻ താരനിരയിൽ ഒരുങ്ങിയ ചിത്രമാണ് കൽക്കി. ആഗോളതലത്തിൽ കൽക്കി ഏകദേശം 1200 കോടി രൂപയിലധികം കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം 650 കോടി രൂപയ്ക്ക് അടുത്ത് നേടി. ഭൂതവും ഭാവിയും ഒന്നിക്കുന്ന സിനിമ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും പഴങ്കഥയാക്കി മുന്നേറിയതാണ് കണ്ടത്. 2018 റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് സ്ത്രീ. ഇതിന്റെ രണ്ടാം ഭാഗമായാണ് സ്ത്രീ 2 എത്തിയത്. ചിത്രത്തിൽ രാജ്കുമാർ റാവുവും ശ്രദ്ധ കപൂറുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയ സിനിമയാണ് സ്ത്രീ 2. അതായത് കളക്ഷൻ റിപ്പോർട്ടുകൾ ഏറ്റവും കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രം കൂടിയാണിത്. അമർ കൗശിക് സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രമാണ് സ്ത്രീ 2. ഇന്ത്യയിൽ നിന്ന് 713 കോടി സ്വന്തമാക്കിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 857 കോടി രൂപയാണ് നേടിയത്. തിയേറ്ററിൽ ഏറെ പ്രതീക്ഷയോടെ എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ജൂനിയർ NTRന്റെ ദേവര. വൻ ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ജാൻവി കപൂർ നായികയായി എത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച രീതിയിൽ കാണികളെ സംതൃപ്തരാക്കാൻ സാധിച്ചില്ല. പാർട്ട് 2 പറഞ്ഞു വെക്കുന്ന ചിത്രം പക്ഷേ ആഗോളതലത്തിൽ നിന്ന് 422 കോടിയാണ് നേടിയത്. 2022 റിലീസ് ചെയ്ത രണ്ടാം ഭാഗത്തിന്റെ ബലത്തിലാണ് കാർത്തിക് ആര്യനെ നായകനാക്കി അനീസ് ബസ്മി സംവിധാനം ചെയ്ത ബുൽബുലയ്യ പ്രേക്ഷകരിലേക്ക് എത്തിയത്. വിദ്യാ ബാലൻ, മാധുരി ദീക്ഷിത്, തൃപ്തി എന്നിവരാണ് ചിത്രത്തിൽ നായകന്മാരായി എത്തിയത്. ഹൊറർ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങിയ ചിത്രം മണിച്ചിത്രത്താഴത്തിന്റെ ഹിന്ദി റീമേക്കാണ്. ചിത്രം പ്രതീക്ഷിച്ച ലെവലിൽ എത്തിയില്ലെങ്കിലും ആഗോളതലത്തിൽ നിന്ന് 417 കോടിയാണ് ചിത്രം നേടിയത്. 2024 ഏറെ പ്രതീക്ഷയോടെ എത്തിയ ദളപതി വിജയ് ചിത്രമാണ് ഗോട്ട്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറി. കാരണം ഏറ്റവും കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായി സിനിമ മാറി. ഗോട്ടിന്റെ ആഗോള കളക്ഷൻ 457 കോടിയാണ്. സിംഗം എഗെയിൻ ഏറെ പ്രതീക്ഷയോടെ ബോളിവുഡ് സിനിമ കാത്തിരുന്ന സിനിമ. വമ്പൻ താരങ്ങൾ ഒന്നിച്ച ചിത്രമാണിത്. അജയ് ദേവ്ഗൺ, അക്ഷയ് കുമാർ, ദീപിക പദുക്കോൺ, കരീന കപൂർ, രൺവീർ സിംഗ്, അർജുൻ കപൂർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയത്. താരനിര ഒന്നിച്ചു വന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു. ഇന്ത്യയിൽ നിന്നും 297 കോടി കളക്ട് ചെയ്ത ചിത്രം ആഗോളതലത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 372 കോടിയാണ്. അമരൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനായ മേജർ മുകുന്ദിന്റെ ജീവിതകഥ പറഞ്ഞ ചിത്രം ബോക്സ് ഓഫീസിനെ അമ്പരപ്പിച്ച ചിത്രം കൂടിയാണ്. ശിവകാർത്തികേയനും സായ് പല്ലവിയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയത്. ചിത്രം തമിഴിലെ ഏറ്റവും കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറി. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരൻ 333 കോടിയിൽ അധികമാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. 2024 തുടക്കത്തിൽ ഹൃതിക് റോഷനും ദീപിക പദുക്കോണും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ് ഫൈറ്റർ. 250 കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രം പ്രതീക്ഷിച്ച ലെവലിൽ എത്തിയില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ബോക്സ് ഓഫീസിൽ 358 കോടിയിലധികമാണ് ഫൈറ്റർ സ്വന്തമാക്കിയത്.
40 കോടി ബജറ്റിൽ ഒരുക്കിയ ഹനുമാനാണ് അടുത്തത്. ശരിക്കും പറഞ്ഞാൽ 2024 ബോക്സ് ഓഫീസിലെ അത്ഭുതമായി മാറിയ ചിത്രമാണ് ഹനുമാൻ. ചിത്രം 295 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.